ഉത്തർപ്രദേശിൽ സ്ത്രീയുടെ മൃതദേഹം കിണറിനകത്ത് വെട്ടിനുറുക്കിയ നിലയിൽ കണ്ടെത്തി. മുൻ ഗ്രാമത്തലവൻ ഉൾപ്പെടെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന 3-ാമത്തെയാൾക്കെതിരെ പോലീസ് അന്വേഷണം ശക്തമാക്കി. ഉത്തർപ്രദേശിലെ ജാൻസിയിലാണ് സ്ത്രീയുടെ മൃതദേഹം കിണറിനകത്ത് കണ്ടെത്തിയത്. ഓഗസ്റ്റ് 13-ന് കൃഷിയിടത്തിലെത്തിയ കർഷകന് കിണറിനുള്ളിൽ നിന്ന് രൂക്ഷഗന്ധം അനുഭവപ്പെട്ടു. ശ്രദ്ധിച്ചപ്പോൾ 2 ചാക്കുകൾ കിണറ്റിലെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതായി കണ്ടു. ചാക്ക് പുറത്തെടുത്ത് പരിശോധിച്ചപ്പോഴാണ് കൊലപാതകത്തിന്റെ വിവരങ്ങൾ മറനീക്കി പുറത്തുവന്നത്. നാട്ടിലുണ്ടായിരുന്ന ഒരു തർക്കവുമായി ബന്ധപ്പെട്ടാണ് രചന യാദവ് എന്ന സ്ത്രീയും ഗ്രാമത്തലവനായിരുന്ന സഞ്ജയ് പട്ടേലും തമ്മിലടുക്കുന്നത്. അടുപ്പം പ്രണയമായി, ശാരീരിക ബന്ധമായി. തുടർന്ന് തന്നെ കല്യാണം കഴിക്കണമെന്നും ഒരുമിച്ച് ജീവിക്കണമെന്നും ആവശ്യപ്പെട്ട് രചന സഞ്ജയ്ക്ക് മേൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തി. കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് സഞ്ജയ് അറിയിച്ചെങ്കിലും രചന വീണ്ടും സഞ്ജയെ സമീപിക്കാൻ തുടങ്ങി. ഇതാണ് ക്രൂരകൃത്യം ആസൂത്രണം ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് മുൻ ഗ്രാമത്തലവൻ സഞ്ജയ് പോലീസിനോട് പറഞ്ഞു. സഞ്ജയ് പട്ടേലും അനന്തരവൻ സന്ദീപ് പട്ടേലും ചേർന്നാണ് കൊലപാതകത്തിനുള്ള പദ്ധതി തയ്യാറാക്കിയത്. സ്ത്രീയുടെ കൈ, തല തുടങ്ങിയ ഭാഗങ്ങൾ കിണറിൽ നിന്ന് കണ്ടെടുത്ത ചാക്കിൽ നിന്ന് കിട്ടിയിട്ടില്ല. 100-ലധികം ഗ്രാമീണരെ ചോദ്യം ചെയ്യുകയും 200-ലധികം CCTVകൾ പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് കൊലപാതകികളെ പോലീസിന് തിരിച്ചറിയാനായത്. ഓഗസ്റ്റ് 8-ന് രചനയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം 7 കഷണമാക്കി വെട്ടിമുറിച്ച് കിണറ്റിലിടുകയായിരുന്നു. സഞ്ജയ്ക്കും സന്ദീപിനുമൊപ്പം 3-മതൊരാൾ കൂടി രചനയെ കൊല്ലാൻ പങ്കാളിയായിരുന്നു. പ്രദീപ് അഹിർവാനാണ് ആ 3-ാമനെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. എന്നാൽ ഇയാളെ കണ്ടെത്താനായിട്ടില്ല. പ്രദീപിനെ കണ്ടെത്തിത്തരുന്നവർക്ക് പോലീസ് പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.